വിജ്ഞാപനം ചെയ്തതിനേക്കാൾ കൂടുതൽ ഒഴിവുകൾ നികത്താൻ അധികാരികൾക്ക് നിയമപരമായി സാധിക്കുമോ എന്നതായിരുന്നു കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന വിഷയം. ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തെ ഭരണഘടനാപരമായ തത്വങ്ങളുടെയും മുൻ സുപ്രീം കോടതി വിധികളുടെയും വെളിച്ചത്തിൽ അവലോകനം ചെയ്തു. വിജ്ഞാപനം ചെയ്തതിനേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് നിയമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14ഉം 16ഉം ഉറപ്പുതരുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. ഇത് പ്രസ്തുത ജോലിക്ക് അപേക്ഷിക്കാത്തവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും അപേക്ഷ നൽകേണ്ട സമയപരിധിക്ക് ശേഷം ജോലിക്കാവശ്യമായ യോഗ്യത നേടിയവരുടെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. ഭാവിയിലെ ഒഴിവുകളിലേക്കല്ല, നിലവിലുള്ള ഒഴിവുകളിലേക്കാണ് സർക്കാർ വിജ്ഞാപനം നടത്തേണ്ടത്. വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും വിജ്ഞാപനത്തിൽ പറയുന്ന നിശ്ചിത എണ്ണം ഒഴിവുകളിലേക്ക് മാത്രമേ സംസ്ഥാനം നിയമനം നടത്താൻ പാടുള്ളൂ. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു നയതീരുമാനത്തിന്റെ പിന്തുണയോടെ മാത്രമേ ഈ നിയമത്തിന് വിപരീതമായി പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായി വരുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് തുടരെയുള്ള ഒഴിവുകളിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ ഉപയോഗിക്കാനുള്ളതല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥി ജോലിക്ക് ചേരാൻ വരാതിരിക്കുകയോ മറ്റേതെങ്കിലും അടിയന്തര കേസുകളിലോ സർക്കാരിന് നയത്തിന്റെ ഭാഗമായി വെയിറ്റിംഗ് ലിസ്റ്റുകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കാവുന്നതാണ്. ഭരണഘടനാപരമായ തത്വം കർശനമായി പറയുന്നത് പൊതുനിയമന പ്രക്രിയ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14ഉം 16ഉം ഉറപ്പുവരുത്തുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിനനുസൃതമാകണം എന്നാണെന്ന് കോടതി പറയുകയുണ്ടായി. നിയമന പ്രക്രിയ ന്യായപൂർണ്ണവും വിജ്ഞാപനം ചെയ്ത എണ്ണം തസ്തികകളിലേക്ക് മാത്രവുമായിരിക്കണം. മറ്റൊരു വർഷത്തിൽ ഭാവിയിലുണ്ടായേക്കാവുന്ന ഒഴിവുകളിലേക്കായി അധികാരികൾക്ക് ഇപ്പോൾ വിജ്ഞാപനം ചെയ്യാൻ കഴിയില്ല. ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ബിന്ദു ബി കുമാർ വേഴ്സ് ഗുരുവായൂർ ദേവസ്വം കേസിൽ 2024 KHC ഓൺലൈൻ 854 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം വിജ്ഞാപനത്തിൽ പറയുന്ന നിശ്ചിത എണ്ണത്തേക്കാൾ കൂടുതൽ ഒഴിവുകളിലേക്ക് സർക്കാരിന് നിയമനം നടത്താൻ പാടുള്ളതല്ല. ഏതെങ്കിലും അപൂർവ സാഹചര്യത്തിലോ അടിയന്തര സാഹചര്യത്തിലോ മാത്രമാണ് ഈ നിയമത്തിന് വിപരീതമായ തീരുമാനമെടുക്കാൻ സർക്കാരിന് അധികാരമുള്ളത്. ന്യായവും യുക്തവുമായ ഒരു നയ തീരുമാനത്തിന്റെ ഭാഗമായാകണം അത്തരം തീരുമാനങ്ങളെടുക്കേണ്ടത്. ഈ വിധി പൊതുനിയമന പ്രക്രിയകളിലെ നീതിയെയും തുല്യതയെയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.